ഇന്ന് നമുക്കേ ഒരു ദൊണ്ണെ ബിരിയാണി ഉണ്ടാക്കിയാലോ. ഇത് കർണാടക സ്പെഷ്യൽ ബിരിയാണിയാണ്. എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണികളെക്കാളും വ്യത്യസ്തമായ രീതിയിൽ എന്നാൽ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. ആവശ്യമായ സാധനങ്ങൾ 3 സവാള, 2 തക്കാളി, ഒരു 4 പച്ചമുളക്, പിന്നെ നമ്മുടെ ഗരം മസാല സ്പൈസസ്, പിന്നെ ഒരു ഹാൻഡ്ഫുൾ, ഒരു കൈ നിറച്ച് മല്ലിയില, പുതിനയില അരച്ചെടുത്തത്, അതുപോലെ തൈര്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നമ്മുടെ സ്പൈസസ് എല്ലാം എണ്ണയൊഴിച്ച ശേഷം, ഞാനിവിടെ ഏത് ഓയിൽ വേണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് സ്പൈസസ് ഇട്ട ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നല്ല മൂത്ത് വരുന്ന ഒരു സ്മെല്ല് വരും. അപ്പോഴേക്കും അതിനകത്തേക്ക് സവാള ഇട്ടുക. നന്നായിട്ട് ഇളക്കി ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല, വഴന്നു വരുന്നാൽ മാത്രം മതി. ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ട്. അതിനുശേഷം ഒരു കളറ് ചെറുതായിട്ടൊന്ന് വാടി മാറി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബിരിയാണിയേക്കാളും വളരെയധികം വ്യത്യസ്തമായ രുചിയിൽ ഒന്ന് കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അത് ചേർത്തത് ഒരു 4 പച്ചമുളകാണ്. നിങ്ങൾക്ക് കുറച്ച് എരിവും സ്പൈസി കൂടുതലായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം. ഞാൻ 4 പച്ചമുളക് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാൻ ഒരു കപ്പ് അരിക്ക് 1/2 കിലോ ചിക്കൻ എന്നുള്ള അളവിലാണ്. അതിൽ മഞ്ഞളും മുളക് പൊടിയും ഉപ്പും ചേർത്ത് കുഴച്ച് വെച്ചിരുന്നു. ഇപ്പോൾ അതിലേക്ക് തൈര് ചേർത്ത് യോജിപ്പിക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ തൈരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കണം കുറച്ച് നേരം. ഇനിയും പച്ചമുളക് പച്ചമണമൊക്കെ പോകുമ്പോൾ തക്കാളിയും കരിയാപ്പിലയും ചേർക്കാം. വീണ്ടും നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ച് ഒന്ന് വഴന്ന് വന്നാൽ മതി. നല്ല സ്മെല്ലായിരിക്കും. ഇപ്പോൾ തന്നെ അത് വഴന്ന് വരുന്ന സമയത്ത് തന്നെ കണ്ട ഈ ഒരു പരുവത്തിലാവുമ്പോഴത്തേക്കിന് അതിൽ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടി ചേർത്ത ശേഷം മുളക് പൊടി ചേർക്കുക. അത് നിങ്ങളുടെ ആവശ്യത്തിന് ഒരു സ്പൂണാണ് ഞാനിവിടെ ചേർത്തത്. എരിവിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. പിന്നെ മല്ലിപ്പൊടിയാണ് ചേർത്തത്. ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നീട് ഗരം മസാലയാണ് ചേർത്തത്. അത് ഒരു 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് വരുമ്പോൾ ഭയങ്കര നല്ലൊരു സ്മെല്ലാണ് അതിൽ നിന്ന് വരിക. അതിങ്ങനെ വഴന്ന് വരുമ്പോൾ നോക്കുക, ഈ ഒരു പരുവത്തിൽ വഴന്ന് വന്ന ശേഷം നമുക്കതിനകത്ത് അരച്ച് വെച്ച മല്ലിയിലയും പുതിനയിലയും നന്നായി അരച്ച ശേഷം ചേർക്കുക. ഞാൻ 1 കൈപ്പിടി അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇത് അതിന് കളറ് വ്യത്യസ്തമാക്കുന്നതല്ല, ടേസ്റ്റ് വ്യത്യസ്തമാക്കും. അത് നല്ല വഴന്ന ശേഷം നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ചേർക്കുക. ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കണ്ട, നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ സമയത്ത് അതിൽ നിന്നകത്തുനിന്ന് വരുന്ന അതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അപ്പം തന്നെ നമുക്കതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത്ര നൈസായിട്ടുള്ള ഒരു സ്മെല്ലാണ് അതിൽ നിന്നും വരുന്നത്. ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് വീണ്ടും ഇളക്കി യോജിപ്പിക്കുക. കണ്ടോ അതിൻ്റെ കളറൊക്കെ എത്ര ഭംഗിയാണ്, രസമല്ല. ഇപ്പം തന്നെ നമുക്ക് അതിൻ്റെ ആ ബിരിയാണി എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു രൂപം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും. അതിൻ്റെ ടേസ്റ്റ്
ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, തൈരൊക്കെ ചേർത്ത് വെച്ചതുകൊണ്ട്, കുറേ നേരം വെച്ചതുകൊണ്ട് ഈ ചിക്കൻ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. അതിനകത്തുനിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ശേഷം ഞാൻ അതിനകത്ത് ഒരു 2 സവാള നന്നായിട്ട് ഫ്രൈഡ് ചെയ്ത് ഒരു പ്രത്യേക ടേസ്റ്റ് വീണ്ടും കൊടുക്കുന്നതിനാണ്. അത് ചേർത്തില്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം, എന്നാലും അത് ചേർത്താൽ അത്രയും കൂടെ ടേസ്റ്റ് വരും. ഇത് ഞാനിപ്പോൾ ഒരു ചെറിയ കപ്പിന് 1 കപ്പ് അരിയാണ് ജീര റൈസാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ജീര റൈസ് നന്നായി കഴുകി വെള്ളം വാർന്ന ശേഷം അതും കൂടി ഇട്ടിട്ട് ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. വറന്നു വരേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചാൽ മതി. ശേഷം നമുക്കിതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഞാനിവിടെ 1.25 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. കാരണം സാധാരണ നമ്മൾ 1 കപ്പിന് 1.5 കപ്പല്ലേ ചേർക്കുക. ഇത് ഞാൻ കുറച്ചും കൂടെ കൂടുതൽ ചേർക്കുന്നുണ്ട്. കാരണം ഇത് നമ്മുടെ സാധാരണ ബിരിയാണി പോലെയല്ല, ഒന്ന് കുഴഞ്ഞ പരുവത്തിലാണ് ഇരിക്കുന്നത്. ശേഷം 1 ടേബിൾ സ്പൂൺ ഞാൻ ശുദ്ധമായ നെയ്യ് അതിനകത്ത് ചേർക്കുന്നുണ്ട്. ഇളക്കിയ ശേഷം ആ പാത്രം മൂടി വയ്ക്കുക. ഇതിൽ ഒരു 2 വിസിൽ വന്നാൽ മതി കേട്ടോ. 1 വിസിൽ വന്നു. 2 വിസിൽ വന്ന ശേഷം ഇത് നമുക്ക് ഓഫ് ചെയ്യിടാം. ചൂട് പോയ ശേഷം മാത്രം അത് തുറന്നു നോക്കുക. അത് നോക്കുക, കാണാൻ തന്നെ എത്ര വ്യത്യസ്തവും ഭംഗിയല്ലേ. അതുപോലെ തന്നെ ഒരു നല്ല സ്മെല്ലാണ് വരിക. കണ്ട, കുഴഞ്ഞ് നല്ല സോഫ്റ്റായി. അതേപോലെ തന്നെ ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റും ഡിഫറൻറ്റുമാണ്. നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായ ബിരിയാണിയാണ്. ഇതേ ഞങ്ങളുടെ വീട്ടിലുണ്ടായ ഒരു പൂക്കളാണിത് കേട്ടോ. ഇത് വെച്ച് ഞാനൊരു ടേബിൾ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെയും കൂടെ കാണിക്കുകയാണേ. അതിന് ശേഷം നമുക്കിത് നല്ലൊരു പാത്രത്തിൽ ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം കേട്ടോ. ഇതിന് സൈഡ് ഡിഷായിട്ടേ നമുക്ക് ഒരു സാലഡ്, സവാളയും പച്ചമുളകും കേടും മല്ലിയിലയും ഉപ്പുമൊക്കെ ഇട്ടിട്ട് ഒരു സവാള നമുക്ക് റൈത്ത ഉണ്ടാക്കാം. പപ്പടം കൂട്ടാം. ഇത് ഞാനിപ്പോൾ അത് ഗാർണിഷ് ചെയ്യുന്നത് ഇച്ചിരി മല്ലിയിലയും പുതിനയിലയും റൈസൻസും പിന്നെ കാഷ്യും ഫ്രൈഡ് ഒണിയനും ഒക്കെ ഇട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്ത് ഉപയോഗിച്ചാലുണ്ടല്ലോ ഇതിൻ്റെ ടേസ്റ്റ് ഇരട്ടിയാക്കും. തന്നെയല്ല, കാണാനായിട്ടും വളരെയധികം ഭംഗിയുണ്ടല്ലേ. കാണുന്നതിൽ മാത്രമല്ല കേട്ടോ, ഇതൊന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കിയിട്ടേ നിങ്ങൾ കമൻറ്റ് ഇടണേ. ഇതൊന്ന് കഴിച്ച് നോക്കിയ ശേഷം കമൻറ്റ് ഇടുക കേട്ടോ. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പപ്പടവും പിന്നെ കുറച്ച് സാലഡും, അതുപോലെ തന്നെ നിങ്ങൾക്ക് പിക്കിളുണ്ടെന്നുണ്ടെങ്കിൽ പിക്കിൾ ഉപയോഗിക്കാം. നോക്ക്, അതിൻ്റെ ടെക്സ്ചർ കണ്ടോ, ഇതുപോലെ കുഴഞ്ഞ പരുവത്തിലിരിക്കും, സോഫ്റ്റായിരിക്കും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദൊണ്ണെ ബിരിയാണിയാണ് ഇത്. ഞാനേ മോളുടെ കൂട്ടത്തിൽ കർണാടകയിൽ പോയി നിന്നപ്പം അവിടുത്തെ ഒരു പെൺകുട്ടി എന്നെ പഠിപ്പിച്ച് തന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ്